അമ്മയ്ക്ക് അറിയോ ഇന്ന് നമ്മൾ പോകുന്ന ബട്ടു കേവ് ഉണ്ടല്ലോ? തുടങ്ങിയ ഇന്നലെ രാത്രി മുഴുവനും അതിന്റെ റിസർച്ചിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി നീ പറയണ കേട്ടുകൊണ്ട്. ഇന്ന് തുടങ്ങി പോയിട്ട് കാണാട്ടാ. ഞാൻ ആക്ച്വലി ഇന്നലെ രാത്രി വീട്ടിൽ റൂമിൽ വന്നിട്ട് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നറിയാലോ, ജിയോഗ്രഫി നൗ യൂട്യൂബ് ചാനലാണ്. അതിൽ ഇങ്ങനെ മറ്റെല്ലാ കൺട്രീസിന്റെയും എന്താ പറയുക ഇതുപോലെ ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അപ്പം ഞാൻ അങ്ങനെ മലേഷ്യയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ റിസർച്ച് ചെയ്യായിരുന്നു. ഇന്നലെ രാത്രി ഞാനത് അമ്മയോട് പറഞ്ഞിട്ട് ഞാൻ അമ്മ എന്ന് പറഞ്ഞിട്ട് കെട്ടെന്നുറങ്ങിപ്പോയി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഡേ 2 ഓഫ് മലേഷ്യ ട്രിപ്പ്. ഇന്ന് നമ്മൾ പോകുന്നത് ബട്ടു കേവ് ആൻഡ് എന്താണ് ജെന്റിങ് ഹൈലാൻഡ്സോ അങ്ങനെ എന്തോ സ്ഥലമാണ്. ഞാനൊന്ന് നോക്കട്ടെ, സ്ഥലപ്പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഫസ്റ്റ് പോണത് ബട്ടു കേവ് ആണ്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുവാണ്. ഐ വിൽ ഷോ ദ ഫുൾ ഡ്രസ്. സോ ഗായ്സ്, ദിസ് ഇസ് ദ ഫുൾ ഡ്രസ്. ഇത് പുതിയതാണ്. ചെരുപ്പ് സ്പോൺസേർഡ് ബൈ അമ്മ. ഞാനും അമ്മയും ചെരുപ്പ് എക്സ്ചേഞ്ച് ചെയ്തു. ബിക്കോസ് എൻ്റെ ചെരുപ്പ് അമ്മയ്ക്കും കംഫർട്ടബിൾ, അമ്മയുടെ ചെരുപ്പ് എനിക്കും കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് ഒരു പൊട്ടിക്ക് ചെറുതാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. എനിക്ക് അത്ര വേദന എടുക്കുന്നില്ല. അപ്പൊ നമുക്ക് പോവാം. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെ വിളിച്ചു, പുറത്തേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചു. ഞാൻ ഇൻട്രോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തതാണ് അവര്. അപ്പോൾ ഞങ്ങൾ പോകുകയാണ്. വഴിയെ കാണാം. അപ്പൊ ഗൈസ്, ഞങ്ങൾ വണ്ടി കയറി. എല്ലാരും ഹായ് പറ. അപ്പൊ ഞങ്ങൾ ഇനി പോവാണ്. ബാക്കി ഇനി അവിടെ വെച്ച് കാണാം. Where is the temple? बस 300 सीढ़ी चढ़ते पहुंच जाएगी. Guys, we have reached Batu Caves. ഭയങ്കര വെയിലാണ്. അപ്പോൾ ഇത് ഈ കാണുന്ന ആള് മുരുകനാട്ടാ. മുരുകനാണ്. നല്ല സ്റ്റെപ്പ് ഉണ്ട്. ഒരു 275 സ്റ്റെപ്സ് ഒന്ന് മുകളിലേക്ക് നടക്കണം. കംപ്ലീറ്റ് സ്റ്റെപ്സ്, നത്തിങ് എൽസ്. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി പോവാണ്. നല്ല വെയിലാണ്. ആൻഡ് കുടയൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിക്കണമെന്ന് മിക്കവരും. ഞങ്ങളാകെ ഷെയ്ഡ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുടയൊന്നും പിടിക്കാനുള്ള വയ്യ. ബാക്കിലുണ്ട് കുറച്ച് ആൾക്കാർ, ഫ്രണ്ടിലുണ്ട് ബാക്കി ആൾക്കാർ. ഞങ്ങൾ ഫോട്ടോസ് എടുത്തിട്ട് കയറാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ തിരിച്ചിറങ്ങാൻ നേരം നമ്മൾ അവസ്ഥയായിരിക്കും. നമ്മുടെയൊക്കെ ക്ഷീണിച്ച് തകർന്നിട്ടുണ്ടാവും നമ്മൾ. ഗൈസ്, അപ്പം ഞങ്ങൾ CD കയറാൻ പോവാം, അതായത് സ്റ്റെപ്പ് കയറാൻ പോവാണ്. എന്താവുമെന്ന് എനിക്കറിയത്തില്ല. അതിനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല. 250-275 സ്റ്റെപ്പ് എങ്ങാണ്ട് കയറണേ. ഒരു കുഴപ്പമില്ല. ഇവിടെ റെഡിയാണ്. ഇവിടെ മിണ്ടുമ്പോൾ മേളിലെത്തുന്ന ടൈപ്പാണത്. ഞാൻ പക്ഷെ അങ്ങനെയല്ല, പ്രായമായി എന്തിയാനാ. അപ്പോൾ കയറട്ടെ. ഇടയ്ക്കിടയ്ക്ക് എടുക്കാം അപ്ഡേറ്റ്സ്. ജീവനോടെ ഉണ്ടെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. ഇത്ര നടന്ന് ഹാഫ് ടൈം ബ്രേക്ക്. അയ്യോ, ഇനി ഇത്രയും കൂടി നടക്കാനുണ്ട്. ദൈവ പോണത് അമ്മയാട്ടാ. അയ്യോ, കുറച്ചും കൂടി ഉള്ളൂ. ഇത്രയും കൂടി ഉള്ളൂ. ഒരു 1 2 3 4 5 സെറ്റ്. 4 into 17 അത്രയും കൂടി ഉണ്ട്. വേണ്ട, വേർത്ത്. ഫൈനലി വി ഹാവ് റീച്ച്ഡ്. നല്ലതായിട്ട് വേർത്ത്, നല്ല കാർഡിയോ ആയിരുന്നു. ഇതാണ്, ഇങ്ങനെയാണ് കേവ്സ് ഇരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല തണുപ്പുണ്ട്.
മുകളിലെത്തിയപ്പോഴേക്കും നല്ല തണുപ്പുണ്ട്. ഇനി 2-3 വഴികളൊക്കെ കാണുന്നത്, ഇതിൽ ഏത് വഴിയാന്ന് നോക്കട്ടെ ഏട്ടാ. ശരിക്കും ഒരു കേവിൻ്റെ ഉള്ളിലാണ്, അതായത് മേള് വരെ കണ്ട, മേൾഭാഗം വരെ കവേർഡാണ്. ഇവിടെ ഒരു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അമ്പലങ്ങൾ ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ മാത്രം ടൂറിസ്റ്റ് ലെവലിൽ വരും. ഇവിടെ നാട്ടുകാരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലം എന്നുള്ള ലെവലിലാണ് വരുന്നത്. ഇപ്പം മൊട്ടയടിക്കലൊക്കെ ഉണ്ട് ഇവിടെ, മുരുകൻ്റെ അമ്പലം ആയതുകൊണ്ട് മൊട്ടയടിയൊക്കെ ഉണ്ട്. അങ്ങനെ തീർത്ഥാടനം രീതിയിൽ വന്നവരൊക്കെ ഉണ്ട് ഇവിടെ കുറേ. പാവം പട്ടിണി പാവം. ഗൈസ്, അമ്പലത്തിൽ തൊഴുതു, മുരുകൻ ഗണപതിയൊക്കെ ഉണ്ടായിരുന്നു, പ്രസാദം തൊട്ടു. മറ്റേ പ്രസാദം കഴിക്കാനുണ്ടായിരുന്നത് പുളിയോഗരയും പായസവും പിന്നെ എന്തൊരു ചോറ് പോലെയായിരുന്നു. പുളിയോഗര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഴനിയിൽ പോണ സമയത്ത് പുളിയോഗര ഞാൻ വാരി കുറേ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പഴനിയിൽ കുറേ വർഷങ്ങളായി ഞങ്ങൾ പോയിട്ട്, കുറേ നാൾക്ക് ശേഷം പുളിയോഗര കഴിച്ചു. എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ, അത് ഇൻ്റർനാഷണൽ ആണെങ്കിലും നാഷണൽ ആണെങ്കിലും, അമ്പലം കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. ഇതിനെ ഞാനൊരു 70 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടിട്ട് സന്യാസത്തിന് കൊണ്ടിരുത്താൻ പോവാം. ഓക്കെ, നെക്സ്റ്റ് ഇത് ഈ സെറ്റ് ഓഫ് സ്റ്റെപ്പും കൂടി ഉണ്ട്, അത് കയറാൻ പോവാണ്. ചേട്ടനും അമ്മയുമാണ്, ചേച്ചി പുറകിൽ വന്നിട്ടുണ്ട്. ഇവിടെ അമ്മ ഇപ്പോൾ പറഞ്ഞു നമ്മൾ പഴനിയിൽ തൊഴണേന്, അതായത് കയറുന്നതിന് താഴെയായിട്ട് ഒരു ഭഗവതീനെ നമ്മൾ തൊഴുതിട്ടാണ് നമ്മൾ കയറാറ്. എനിക്കത്ര ഓർമ്മയില്ല, കാരണം കുറേ നാളായി ഞാൻ പഴനി പോയിട്ട്. അപ്പോൾ സെയിം ഭഗവതി തന്നെയാണ് ഇപ്പോൾ സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടെ വന്നത്. ശ്രീവള്ളി, ഇവിടെ എഴുതിക്കണം ശ്രീവള്ളി ദേവനൈ ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ വള്ളി ദേവി എന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മ പറയുന്നതെല്ലാം കറക്റ്റായിരിക്കുമല്ലോ അല്ലേ ഏട്ടാ? ചേട്ടൻ ഈ ഗുഹ സൂക്ഷ്മമായി നോക്കുക, വാങ്ങാൻ ഉദ്ദേശമുണ്ടോ? എന്തിനാ? എന്നിട്ട് വീട്ടിൽ മുറിയിൽ വെക്കാനാണോ? തൂക്കിട്ട എങ്ങനെ ഇടിഞ്ഞു വീണാലോ? പൈസക്കാർക്ക് പിന്നെ എന്തും ആകാമല്ലോ. ഗൈസ്, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് വെച്ചാൽ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വേറൊരു സ്റ്റെപ്പ് ഉള്ളിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്. അവിടെ കൂടി എന്തോ ഡാർക്ക് കേവ് എന്നോ അങ്ങനെ എന്തോ, ഡാർക്ക് കേവ്. അപ്പോൾ അവിടെയും കൂടി എന്താണെന്ന് നോക്കിയിട്ട് പോകാമെന്ന് വെച്ചു. ഡാർക്ക് കേവിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പൈസയുണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ്, ഈസ് ഇറ്റ് വർത്ത് ഇറ്റ് ഓർ നോട്ട് എന്ന് ചർച്ച ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെല്ലാവരും പോകുന്നു. ഫണ്ട് ഇസ് ഹാൻഡിൽഡ് ബൈ അരുണേട്ടൻ ആൻഡ് മൈ ചേട്ടൻ. അപ്പോൾ അവർ വേണം തീരുമാനിക്കാൻ പോകണോ വേണ്ടിയെന്ന്. പോകണ്ടെങ്കിൽ അതും കവർ ചെയ്യാം, പക്ഷെ കവർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡാർക്കാണ്. അപ്പോൾ പിന്നെ വീഡിയോയിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. അങ്ങനെ ഫൈനലി ടിക്കറ്റ് എടുത്തു, ഞങ്ങൾ പോകുകയാണ്. ഞങ്ങൾക്ക് ടോർച്ച് കിട്ടി. ടോർച്ച് വെച്ചിട്ട് വേണം പോവാൻ. ഇതാണ് ടോർച്ച്.
വെയിറ്റ്. അയ്യോ അന്യഗ്രഹജീവി. ബാക്കിലുള്ളവരൊന്നും കാണുന്നില്ല വീഡിയോയിൽ. ഇതാണ് എൻ്റെ അമ്മ, ഈ ഗുഹയിലെ വടയക്ഷി. ഇത് പായലല്ലേ? This is the end of the line. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ മുകളിൽ ഓട്ടം മാത്രമേ ഉള്ളൂ. ഗൈസ് താഴെ എത്തി. ഗുഹയും കഴിഞ്ഞ് പിന്നെ ഈ കയറിയ സ്റ്റെപ്പ് മൊത്തം ഇറങ്ങി താഴത്തെത്തി. ഞാൻ ഫോൺ ചേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേവ് ഭയങ്കര സ്ലിപ്പറിയാണ്. അപ്പോൾ സേഫ്റ്റിക്ക് ഒരു കയ്യിൽ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, അപ്പോൾ മറ്റേ കൈ സേഫായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ ഏൽപ്പിച്ച്. പിന്നെ എനിക്ക് കേവ്സ് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. വലിയ എന്തെങ്കിലും കണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു തണുപ്പുണ്ടായിരുന്നു. ഒരു നല്ല ഡാർക്ക് അല്ല, ഫ്ലാഷ് ലൈറ്റ് ഇല്ലെങ്കിൽ പിച്ച് ബ്ലാക്ക് ഇരുട്ടാണ്. രസമാണ്. ഇപ്പോൾ ഇത് ഞങ്ങൾ താഴെ എത്തി. കണ്ടാ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ്. അങ്ങോട്ടേക്ക് പോവാം. ഞങ്ങൾ ജെൻറ്റിങ് ഹൈലാൻഡ്സിലെത്തി. കേബിൾ കാറിൽ വഴി മല കയറണം. അപ്പോൾ അതിന് താഴെ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി കേബിൾ കാർ എടുക്കാൻ പോകണം. മുകളിലെന്തോ മാളാണ്. ഇതെന്തോ ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തായിരുന്നു. ഞാൻ പറയാം, വെയിറ്റ്. ഞങ്ങൾ ക്യൂവിൽ പെട്ടിരിക്കുക. ഭയങ്കര നീളമുള്ള ക്യൂ. കുറേ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ് തിരിഞ്ഞുകൊണ്ടിരിക്കുക. കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ടുള്ളതാണ്. ടിക്കറ്റൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കയറുന്നതിന് മുമ്പേ ഉള്ളൊരു ക്യൂ ആണ്. എബോവ് ആയി. 1 hour ആകുന്നു. ഇതുവരെ കയറിയിട്ടില്ല ഞങ്ങൾ കേബിൾ കാറിൽ. എന്താണ് ക്യൂവിൽ തന്നെയാണ്. ഭയങ്കര ലോങ് ആണ് ക്യൂ. എത്താറായി. ഇനി ഒരു 4-5 ടേണിങ് കൂടി കഴിഞ്ഞ് എത്തുന്ന തോന്നുന്നേ. ഇങ്ങനെയൊക്കെ കയറണം. മുകളിൽ നേരെ വന്നിറങ്ങിയത് ഒരു മാളിൻ്റെ ഉള്ളിലേക്കാണ്. ഇതൊരു 6000 feet above sea ലെവലാണിത്. പിന്നെന്താ ഇതൊരു 2018 ഒരു പുള്ളിക്കാരൻ ഉണ്ടാക്കിയത്. ആ പുള്ളിക്കാരൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു മലേഷ്യൻ പേരായതുകൊണ്ട് മനസ്സിലിരിക്കുന്നില്ല. അയാൾ ഉണ്ടാക്കിയത്. അയാൾ എവിടെയോ പോയപ്പോൾ എന്തോ കണ്ടിഷ്ടപ്പെട്ടപ്പോൾ അതുപോലെ തന്നെ അയാളുടെ നാട്ടിലോ അയാൾക്ക് ഉണ്ടാക്കണം എന്ന് തോന്നിയിട്ട് അയാൾ ചുള ഇറക്കി സംഭവം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടെ വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ട്. അത് കോലാലംപൂറിൽ തന്നെ ഒരു ഹില്ലിൽ ഉണ്ടാക്കിയേക്കണതാണ്. അപ്പോൾ ഒരു സിറ്റിയാണിത്. മാളും മറ്റേ വാട്ടർ തീം പാർക്കും താമസിക്കാൻ സ്ഥലം റിസോർട്ടും എല്ലാം ഉള്ളൊരു സിറ്റിയാണിത്.
പിന്നെ ഞങ്ങൾക്ക് കേബിൾ കാർ വരുമ്പോൾ ആദ്യം ഒരു സ്റ്റോപ്പുണ്ട് ചിൻസ്വി സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, അവിടെ ചിൻസ്വി ടെമ്പിളാണ്. അവിടേക്ക് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകും. അതിനും മേലേക്ക് പോകുമ്പോഴാണ് ഈ പറഞ്ഞ സ്കൈ അവന്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഉള്ള സ്റ്റേഷനിലാണ് ഞങ്ങളിവിടെ ഇപ്പോൾ ഇറങ്ങിയിരിക്കണത്. ഇതൊരു പക്കാ മാള്, കാണിച്ചു തരാം. ഹായ് ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് സ്പ്ലിറ്റായിപ്പോയി. അമ്മയ്ക്ക് വെജ് പിസ്സ സ്ലൈസ് വാങ്ങി, ചേട്ടത്തിയുടെ അമ്മയും അച്ഛനും കൂടി അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ പോലത്തെ ഒരു ഇത് മാളിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടാ, അവിടെ നിന്ന് ഗീ റൈസും ദോശയും ഒക്കെ ആയിട്ട് ചേട്ടത്തിയുടെ അനിയത്തിയും ഹസ്ബൻഡും കൂടി എനിക്കും കൂടിയായിട്ട് വേണ്ടിയിട്ട് KFC തപ്പി പോയിട്ടുണ്ട്. KFC ഓർ ബർഗർ കിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ പോയിട്ടുണ്ട്. അമ്മയുടെ പാഴ്സലാണ് ഇത്. അത് പിസ്സ സ്ലൈസ് ആണ്, മാർഗരീറ്റ പിസ്സ സ്ലൈസ് വെജിറ്റേറിയൻ. അമ്മ വെജിറ്റേറിയൻ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഇതാണ് ഞങ്ങൾ കഴിക്കാനിരുന്ന സ്പോട്ട്. മാളിൻ്റെ നാട്ടിൽ നിന്ന് വന്നിട്ട് വേറൊരു മാള് കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല എനിക്ക്. ഞങ്ങൾ തിരിച്ച് കേബിൾ കാറിലേക്ക് പോവാണ്. ഇനി ചിൻസ്വി ടെമ്പിൾ. അപ്പോൾ ഇപ്പോൾ നല്ല എന്താ പറയുക, കോട ഇറങ്ങി. വൈകുന്നേരം ഇപ്പോൾ സമയം 5:15 ആയിട്ടുണ്ടാവണം. ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ കോടയാണ്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഭയങ്കര തണുക്കണം. ഞാൻ സ്ലീവ്ലെസ് ഇട്ടേക്കണതുകൊണ്ട് എനിക്ക് തണുക്കുന്നു. എന്നാൽ ഫുൾ കൈ ഇട്ടേക്കണ അമ്മയ്ക്ക് അതിലും തണുക്കുന്നു. ഫുഡൊക്കെ കഴിച്ചു. ഒരു ഒപ്പിക്കൽ ഫുഡ് കഴിപ്പല്ലായിരുന്നു. KFC ഒക്കെ നോട്ട് മൈ കൈൻഡ് ഓഫ് ടേസ്റ്റ്, പക്ഷേ ഓക്കെ. ഇവിടെ ഞങ്ങൾ എന്താണ് റൂഫ് ടോപ്പിലേക്ക് വന്നേക്കാം. ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. കണ്ട ഇടയ്ക്ക് ആ കൊച്ചു വന്നപ്പോ ഞാൻ എടുത്തില്ല കേട്ടോ. ഞങ്ങള് കേബിൾ കാറിൽ കയറി, പിന്നെ കേബിൾ കാറിൽ കയറി പിന്നെ തിരിച്ച് താഴത്തേക്ക് പോവാണ്. കുറെ നേരം ക്യൂല് നിൽക്കേണ്ടി പിന്നെയും വന്നു. അത് പക്ഷെ നല്ല രസമുള്ള ക്യൂ ആയിരുന്നു. ഫുൾ വളഞ്ഞു തിരിഞ്ഞ് താഴത്തേനെക്കാട്ടും വളവും തിരിവൊക്കെ ആയിരുന്നു. അപ്പോൾ തൊള്ളു ബൈ. ഞങ്ങളുടെ യാത്ര മഞ്ഞിലൂടെയാണ്. ബിക്കോസ് ഫുൾ ഇപ്പൊ കണ്ട ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറല്ല, ഇത് കോടയാണ്. എല്ലാ ദിക്ക് നോക്കിയാലും കോട. സക്സസ്ഫുള്ളി ഞങ്ങൾ താഴത്തേക്ക് എത്തിയിരിക്കുന്നു.
വാർത്തയില്ലേ ഉന്നെ മറിയാലും അതല്ലേ ആ കട്ടിലിന്റെ കാലം തുടങ്ങിയിരുന്നു ആശാരി ഷാപ്പിൽ വരുമ്പോ പറഞ്ഞു നന്നായിക്കണം പെട്ടെന്ന് വേണം എനിക്ക് ആവശ്യമുണ്ട് വാവക്കടുത്ത് ഗൈസ് 11 മണിയാകാൻ ഇനി 5 മിനിറ്റ് ബാക്കിയോടുകൂടി ഞാൻ ഈ ദിവസം അവസാനിപ്പിക്കുന്നു. ഞങ്ങൾ പുലിമുരുകൻ കണ്ടിട്ട് ഉറക്കം വരുമ്പോൾ ആ വഴി കിടന്നുറങ്ങുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം ബട്ടു കേവ്സ് ആൻഡ് ജെൻറ്റിങ് ഹൈലാൻഡ്സിലും കൂടി പോയിട്ട് ഭയങ്കര ടയേർഡായി. ഞങ്ങളൊരു 11,000 സ്റ്റെപ്പോളം, അതിലും കൂടുതലും കണ്ടത് വാച്ചിലാണ് ആ ഒരു സമയം കാണിച്ചത്, ആ ഒരു കൗണ്ട് കാണിച്ചത്. അതിലും കൂടുതൽ ഞങ്ങൾ നടന്നു എന്ന് വിശ്വാസത്തോടെ ഞങ്ങൾ ഈ ദിവസം അവസാനിപ്പിക്കുന്നു. ഡേ 3 ആയിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ആ വീഡിയോയിൽ കുറച്ചും കൂടി സിറ്റി സംഭവങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതുവരേക്കും ഗുഡ് നൈറ്റ്.